ഈ കുട്ടിയെ പലതവണ അവര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുനാൾ മുതലേ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അവര് ഈ സോണി എന്ന് പറയുന്നതും കുര്യൻ എന്ന് പറയുന്നത് അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ പയ്യനെ വെട്ടി ചെയ്യിച്ചതാണെന്നുള്ള ഉറപ്പാണ്. ഈ കുട്ടിയെ എവിടെയോ കാറിൽ കൊണ്ടുവരുന്നില്ല. ഈ കുട്ടി രണ്ട് വണ്ടി അവർ മാറ്റിക്കളഞ്ഞു. RC ബുക്ക് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. RC ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് വണ്ടിയും മാറ്റിക്കഴിഞ്ഞാലേ ഇവൻ ആ വണ്ടിയിൽ കുട്ടിയെ കയറ്റാൻ പറ്റൂ. അതിനു മുൻപ് ഈ കുട്ടിയുടെ ആഭരണങ്ങൾ എവിടെ വെച്ചാണ് അഴിച്ചു മാറ്റിയതെന്ന് അറിയില്ല. എല്ലാ ആഭരണങ്ങളും അഴിച്ചു മാറ്റിയിട്ടുണ്ട്. കുട്ടിക്കൊന്നുമില്ല ഇപ്പൊ ഇടാൻ. അത് പോയിട്ട് ഈ കുട്ടിയിൽ നിന്ന് 8 ലക്ഷം രൂപ വരെ അവന്മാർ അപഹരിച്ചെന്ന് പറയുന്നു. അതെന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ കുട്ടിയെ ഇനി യവന്മാർ കാറിൽ കയറ്റി കൊണ്ടുവന്ന് കൊല്ലാനാണോ പോയതെന്നും അറിയില്ല. ഈ കുട്ടിയെ കൊല്ലാനുള്ള ശ്രമം കാണിച്ചെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ആ കുട്ടിയെ കൊന്നുകളഞ്ഞാൽ കൊള്ളാമെന്ന് അവന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഈ കുട്ടി ഇനി ഈ സമൂഹത്തിൽ ഒരു ഉന്നത തലത്തിൽ ഇരിക്കുന്ന എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ആക്സിഡന്റ് നടത്തിയതും പിന്നെ ഈ കുട്ടിയെ ആഹത്താക്കിയതും. അല്ലാതെ ഇതിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ മാധ്യമങ്ങളോട് എല്ലാവരുടെയും പറഞ്ഞ കാര്യമാണ്. ഞാൻ അനുഭവിക്കുന്ന ദുഃഖം ഇന്നും ഇന്നലെയൊന്നും അനുഭവിക്കുന്നില്ല, വർഷങ്ങൾ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളെ മുമ്പേ വന്നത്. നമ്മള് ഒളിച്ചോടിയാൽ ശരിയാവില്ല എന്ന് ഇപ്പം തോന്നി. സമൂഹം അറിയണം ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഞാൻ എൻ്റെ ഭർത്താവ് ആ കുട്ടിയുടെ ഭാവിയെങ്കിലും നോക്കാത്തുണ്ട്. ആ കൊച്ചിന്റെ ഭാവിയെങ്കിലും ആ കുട്ടി ഇനി സ്കൂളിൽ പോകാൻ പറ്റും. ആ സ്കൂളിൽ പോയി ഓരോ പിള്ളേർ കേൾക്കുന്ന ക്വസ്റ്റ്യനും അതിന് ആൻസർ പറയണ്ടേ. കുഞ്ഞു വാവയല്ലേ, ആ കുട്ടി വളർന്നു വരുന്ന ഒരു ആൺകുട്ടിയല്ലേ, ആ കുട്ടിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ. എന്താണ് ഈ അവരൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാവപ്പെട്ട കൊച്ചു പിള്ളേരെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? എൻ്റെ മോൾ എന്തോന്ന് തെറ്റ് ചെയ്തിട്ടാണ് ആ കുട്ടി എത്രയും അധികം അവർ പ്രയാസപ്പെടുത്തുന്നത്? എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ പട്ടുസാരി ഉടുത്തിരുന്നു, പൊട്ടിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ആക്ഷേപിക്കുന്നുണ്ട് വീഡിയോയിൽ. അതൊക്കെ പറഞ്ഞാൽ എങ്ങനെ തോന്നുന്നത്? എനിക്ക് അഭിനയിക്കാൻ അറിയാം. എൻ്റെ പൊട്ടെന്ന് പറയുന്നത് ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലുള്ളതാണ്. ഞാൻ കുഞ്ഞുനാൾ മുതലേ വലിയ പൊട്ടിടുന്നതാണ്. എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് പൊട്ടിട്ടൂടെ. ഞാൻ ഇന്ന് എല്ലായിടത്തും മാറ്റി. കാരണം എനിക്ക് അത്രയ്ക്ക് സങ്കടമായി പോയി. ഞാൻ സാരി ഉടുത്തൊരു കുറഞ്ഞ സാരി ഉടുത്തോണ്ടാണ് ഇരുന്നത്. എന്നിട്ട് പറഞ്ഞ പട്ട് സാരി ഉടുത്തോണ്ടിരുന്നെന്ന് പറഞ്ഞു വീഡിയോയിലൊക്കെ വന്നു. എന്നെ ആക്ഷേപിക്കുന്ന ഇതാർക്കിത് മനസ്സ് തോന്നുകയെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ അനുഭവിക്കുന്നത് എത്രയോ വർഷം കൊണ്ടാണ് അനുഭവിക്കുന്നത്. നമ്മളൊന്നും വെളിയിലിറങ്ങി ആരും ഒരു രാഷ്ട്രീയക്കാരനെ ഉൾപ്പെടുത്തിയിട്ടില്ല, നാട്ടുകാരെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഒന്നും ഉൾപ്പെടെ നിയമപരമായിട്ടാണ് എല്ലാ കാര്യത്തിലും നമ്മൾ പോകുന്നത്. ആരെയും നമ്മൾ ശല്യപ്പെടുത്താതെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. എൻ്റെ വീട്ടിനകത്ത് നിങ്ങൾ നോക്കി ഇവിടെ എന്തോന്നാണ് തുള്ളലുള്ളത്? ഒരു തുള്ളല ഒന്നുമില്ല ഇവിടെ. ഞാനൊരു വിളക്ക് വെച്ച് അവിടുത്തെ ഹോസ്പിറ്റലിലെ കുട്ടി വിനായക മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ ആയിരുന്നു ആ കുട്ടി പിന്നെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി കൊച്ചിനെ കാണാനൊക്കെ എളുപ്പം വരാൻ വേണ്ടി മാത്രമാണ് നമ്മളൊരു ഫ്രണ്ട് മുഖാന്തരമാണ് അവിടെ ജോലി വാങ്ങിച്ചത്. ജോലി വാങ്ങിച്ചിട്ട് ഇപ്പം ഒരു 8 മാസത്തിൽ കൂടുതലായി, 9 മാസം വരെ ആയി. ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് വേണം, അതിനു വേണ്ടിയാണ് ആ ഹോസ്പിറ്റലിൽ പോയത്. ഇപ്പം ആ കുട്ടി അവിടുത്തെ നല്ലൊരു ഡോക്ടറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറായിരുന്നു. ഇവന്റെ വലയിൽ ഇവൻ സീരിയൽ നടനാണ്, സീരിയലിന്റെ ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടെന്നാണ് ഇപ്പം പത്രത്തിലൊക്കെ ഞാൻ വായിക്കുന്നത്. നമുക്കറിയില്ല, അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ആ കുട്ടി നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ ഒരു പയ്യനുണ്ടെന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടുമില്ല. കുട്ടിയെ എങ്ങനെ പെടുത്തിയതാണെന്നല്ല, വല്ല മയക്കുമരുന്നും കൊടുത്ത് ആ കുട്ടിയെ അതിൽ പെടുത്തിയതാണെന്ന് നമുക്കറിയില്ല. അതിനെ വേറെ ലോകത്തോട്ട് ആക്കി വേണം ഇപ്പോഴത്തെ പെൺപിള്ളേരെയൊക്കെ അങ്ങനെ ആക്കിയാണ് ഇവരൊക്കെ നശിപ്പിക്കുന്നത്. അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. കുട്ടി അങ്ങനെ മദ്യം കഴിക്കുന്നില്ല. ഈ വീട്ടിലെ ഫാമിലിയിൽ ആരും മദ്യം കഴിക്കുന്നവരില്ല. നമുക്കിപ്പോൾ ഒരു ബർത്ത്ഡേ വന്നിട്ട് പോലും ഇവിടെ മദ്യമൊന്നും വെച്ചില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വന്നവരെ പലരും ചോദിച്ചു, നിങ്ങൾ മദ്യമൊന്നും കഴിക്കില്ലേന്ന് വരെ ചോദിച്ചു. പാർട്ടിയിൽ ഇവിടെ വന്ന പാർട്ടികൾ ഇവിടെ മദ്യമൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. എല്ലാ ഫാമിലിയിൽ ആരും മദ്യം കഴിക്കുന്നവരില്ല. ഇത് വെറുതെ ഈ കുട്ടിയെ പറഞ്ഞ് ഇങ്ങനെ ഇവരെല്ലാവരും അതിനെ ചൂഷണം ചെയ്യുകയാണ്. ആ കുട്ടി മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഒരു ആ കുട്ടി MBBS പഠിക്കുന്ന കുട്ടികളെല്ലാം മദ്യലഹരിയിൽ നടക്കുന്നതാണെന്ന് പറഞ്ഞു അതിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കുട്ടി അങ്ങനെ മദ്യമൊന്നും കഴിച്ചിട്ട് നമുക്കറിയില്ല. ഇവനെ മനഃപൂർവ്വം ഇവർ പറഞ്ഞുണ്ടാക്കി കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി, കുട്ടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവരെല്ലാവരും കൂടെ. ഇതിന്റെ ബാക്കിൽ ഒരു വലിയൊരു ഗൂഢാലോചനയുണ്ട്. ആ ഒരു സംഘം തന്നെ ഉണ്ട് നമ്മുടെ ഫാമിലിയെ നശിപ്പിക്കാൻ വേണ്ടി. എൻ്റെ ആദ്യ ഭർത്താവും ഈ സോണി എന്ന് പറയുന്ന അവനും കൂടെ ഈ കുട്ടിയെ കൊല്ലണം, അതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മളെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ ബഹുമാനപ്പെട്ട കോടതി എല്ലാം രക്ഷിക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുള്ളൂ. കാര്യം പാട്ട് പാടും. അവള് കോളേജിൽ MBBS പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡാൻസിന് ഫസ്റ്റ് വാങ്ങിച്ചു, പാട്ടിന് ഫസ്റ്റ് വാങ്ങിച്ചു. ആ കുട്ടി നല്ലൊരു കലാകാരിയാണ്. നല്ലൊരു കലാകാരി. ഇങ്ങനെയൊക്കെ ഇത്രയും വർഷം കൊണ്ട് ആ കുട്ടി അനുഭവിക്കുന്നു. ആ കുട്ടിയുടെ യൗവനം എന്താണ്, സന്തോഷം എന്താണെന്ന് ആ കുട്ടി അറിയത്തില്ല. ഇനിയെങ്കിലും ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിച്ചൂടെ ഈ ദുഷ്ടന്മാർക്ക്? എന്തിനാണ് ആ കുട്ടിയെ പിറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നുമില്ല എനിക്ക് പറയാം. ഇതിന്റെ ഇടയിൽ ഇതിന്റെ ബാക്കിലൊരു നല്ലൊരു ഗൂഢാലോചനയുണ്ട് ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി. അത് കിട്ടാതിരുന്നെങ്കിൽ ആ കുട്ടിയെ കൊന്നിരിക്കുമായിരുന്നു, ഉറപ്പായിട്ട് കൊല്ലുമായിരുന്നു. എങ്ങനെയെങ്കിലും അകത്താക്കി, കുട്ടിയെ അകത്താക്കണം, ഇവളുടെ കാരിയറിനെ നശിപ്പിക്കണം, ഇതൊക്കെ അവർക്കുണ്ടായിരുന്നു. അത് 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 ചെയ്തു കഴിഞ്ഞു. അവർ ചെയ്തു കഴിഞ്ഞു. ഇതിന് എന്താണെന്ന് സത്യാവസ്ഥ എനിക്ക് നേരിട്ട് എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കള്ളം പറയുന്നതല്ല. നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഞാൻ അവനെ വിളിച്ച് നീ എന്ന് വരുമെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും വീട്ടിൽ പോയിരുന്നു, ഓണം കഴിഞ്ഞിട്ട് എനിക്ക് ലീവ് കിട്ടും അമ്മ എന്ന് അവൾ എന്നോട് വിളിച്ച് പറഞ്ഞതാണ്. ഈ സംഭവങ്ങളൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല ആ കുട്ടി. വരാനിരുന്നതാണ്, ഓണം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞ് വരാനിരുന്നതാണ്. ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ എപ്പോഴും പറയും, എപ്പോഴും നീ ശ്രദ്ധിക്കണം, നമ്മുടെ ബാക്കിൽ എപ്പോഴും ശത്രുക്കളാണുള്ളത്. അത് നീ എപ്പോഴും ശ്രദ്ധിക്കണം മക്കളെ. ഏതെങ്കിലും രോഗികളെ കൊണ്ടുവന്ന് നിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവര് നോക്കാതെ നീ അവരെ കൊന്നെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് പത്രത്തിൽ വന്ന് നിന്നെ അകത്താക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കും. നീ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. രോഗി വരുന്നുണ്ടെങ്കിൽ നീ അതിനെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യേണ്ടത്. നിനക്ക് പറ്റിയില്ലെങ്കിൽ അടുത്ത ഡോക്ടറെ കാണിക്കുക, അവരെ ഇട്ട് ചെയ്യിക്കണം. നീ ഒന്നിനും മുൻകൈ എടുത്ത് നിൽക്കരുത്, എന്നെ അപാരപ്പെടുത്തി കളയും. അത് നമ്മൾക്ക് നേരത്തെ അറിയാം. ഈ കുട്ടിയെ എവിടെ വർക്ക് ചെയ്തിരുന്നാലും ഈ കുട്ടിയെ അകത്താക്കും എന്നുള്ളതിന് നമ്മൾ നേരത്തെ കണ്ടിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. മുൻ അനുഭവം എന്ന് വെച്ചാൽ വിനായക മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവ അവിടെ ചെന്ന് ശല്യം ചെയ്യുമായിരുന്നു. ഇവ അവിടെയും പോകും ശല്യം ചെയ്യാൻ. കുട്ടിയുടെ എക്സാം ടൈമിന് അവൻ അവിടെ പോകും. അവിടെ പോയി ഈ കുട്ടിയെ മാനസികമായി അവൻ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. ഇവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഇവനെ ഓരോ രീതിയിലും ഈ കുട്ടിയെ മാനസികമായി പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു. അജ്മൽ എനിക്ക് സംശയം തോന്നിയത് കാരണം ഇവൻ സീരിയലില് കുതിര ഓട്ടിക്കുന്ന എന്തോ റോളാണ് അവനുള്ളത്. ഈ സോണി എന്ന് പറയുന്നത്. ഈ അജ്മലിന് അതിൽ സീരിയലിൽ എന്തോ ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ പരിചയപ്പെടുത്തിയെന്നാണ് ഞാൻ പത്രത്തിലൊക്കെ വായിക്കാൻ പറ്റിയത്. അല്ലാതെ ഈ രീതി കണ്ടപ്പോഴാണ് ഇവനുമായിട്ടുള്ള ബന്ധം ഉള്ള. ഇപ്പൊ അവൻ ഒരു ക്രിമിനലാണെന്നാണ് പിന്നെ അറിഞ്ഞത്. അപ്പൊ ഇവൻ എന്തുകൊണ്ട് ഈ സീരിയൽ നടനെന്ന് പറഞ്ഞ് സീരിയലിൽ ഡാൻസ് കളിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടിയെ ചെന്ന് പരിചയപ്പെടുത്തിയെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഇവൻ മുഖാന്തരം ആയിരിക്കണം അതങ്ങനെ പരിചയപ്പെടാൻ ഈ കുട്ടീനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയത്. അതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ കുട്ടിയെ എനിക്കിപ്പം തിരിച്ചു കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അവളെ കൊന്നു കളഞ്ഞില്ലല്ലോ. അന്നത്തെ ദിവസം അവന്മാർ കൊന്നു കളയുമായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ കുട്ടിയെ എനിക്ക് തിരിച്ചു കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ കടയിൽ വന്ന് ശരവണ മൊബൈൽ കടയിൽ വന്ന് എൻ്റെ ഭർത്താവിനെ വെട്ടി 36 വെട്ടിയെന്ന് ഞാൻ പറഞ്ഞത്. 36 വെട്ടിയവൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് കമന്റ്സുകൾ വന്നു. 36 വെട്ടില് 3 വെട്ടേ എൻ്റെ ഭർത്താവിന് കൊണ്ടുള്ളൂ. ബാക്കി ഒരു സ്റ്റൂൾ അവിടെ കിടന്നു. സ്റ്റൂൾ എടുത്ത് കാണിച്ച് ആ സ്റ്റൂളിൽ ആണ് ആ വെട്ട് അത്രയും പതിഞ്ഞത്. അല്ലാതെ എൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് 3 വെട്ട് മാത്രം. ഒന്ന് തലയിൽ വെട്ടും, ഒന്ന് കഴുത്തിൽ വെട്ടും, ഒന്ന് കയ്യിൽ വെട്ടി ഈ വിരലിനെ ഇങ്ങനെ അറുത്ത് കളഞ്ഞ് പിടിച്ചപ്പോൾ അറുത്ത് തൂങ്ങിപ്പോയി. അങ്ങനെ 3 വെട്ടേ എൻ്റെ ഭർത്താവിന് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഒരു സ്റ്റൂള് ഒരു കൈയെടുത്ത് കാണിച്ച് ആ സ്റ്റൂളിലാണ് ഈ വെട്ടെല്ലാം കിട്ടിയത്. എങ്കിൽ എൻ്റെ ഭർത്താവ് 36 വെട്ടിയെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു. അത് കമന്റ്സ് ഇട്ടിരിക്കുന്നു. ഇന്ന് ആ കുട്ടിയെ ആ കാറിൽ കയറ്റി കൊണ്ടുപോയിട്ട് അവൻ ആ കുട്ടിയെ കൊല്ലാൻ കൊണ്ടുപോയെന്നുള്ളതാണ് എനിക്ക് വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് എന്തിനാ ആ വീട്ടിൽ കൊണ്ടുപോയി ഈ കുട്ടിയെ? 2 വണ്ടി അപകരിച്ചെടുത്തിട്ട് കുട്ടിയെ ഈ വണ്ടിയിൽ കയറ്റി അവൻ കൊണ്ടുപോയത്. ഇന്നലെ ഈ ഒരു ആക്സിഡന്റ് അന്നത്തെ ദിവസം നടക്കാതിരുന്നെങ്കിൽ ഈ കുട്ടിയെ അവൻ കൊണ്ടുവന്ന് കൊന്നു കളയുമായിരുന്നു. ഉറപ്പാണ് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടൂലായിരുന്നു. അപ്പൊ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അത് നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എൻ്റെ കുട്ടിയെ ഇപ്പൊ ജീവനോട് എനിക്ക് കിട്ടിയത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാം. ആ ദിവസം അവന്മാർ കൊല്ലാൻ വേണ്ടി തന്നെയാണ് പോയെന്നുള്ളത്
യാതൊരു സംശയവും. അതിന് കാരണമെന്ന് വെച്ചാൽ ഇവളെ കൊണ്ടുപോയ ഭർത്താവ് എന്ന് പറയുന്നത് സോണി എന്ന് പറയുന്ന അവന് എൻ്റെ ആദ്യ ഭർത്താവായ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അവൻ എൻ്റെ കുടുംബത്തിനെ മൊത്തം നശിപ്പിച്ചിട്ടേ അവൻ മരിക്കുമെന്ന് അവൻ എല്ലാ ജനങ്ങളോടും എൻ്റെ ബന്ധുക്കളോടും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവൻ നശിപ്പിച്ച് കളയും, എൻ്റെ കുട്ടിയെ കൊന്നുകളയും, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമെന്ന് അവൻ വാശിയെടുക്കുകയാണ്. അത് പോയിട്ട് ഈ സോണിയെ വിട്ട് ഈ കൊച്ചിനെ അപകരിച്ചെടുത്തോണ്ട് പോയതാണ്. അവൾക്ക് അവൻ്റെ കൂടി സ്നേഹമോ ലവോ ഒന്നുമില്ലായിരുന്നു. ഒരു സഹോദരൻ എന്നുള്ള നിലയിലായിരുന്നു ആ കുട്ടി ഇഷ്ടപ്പെട്ടിരുന്നത്. അല്ലാതെ അവൻ്റെ കൂടെ പ്രേമിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോണോ ഒന്നും എനിക്കില്ലായിരുന്നു അമ്മ എന്ന് പറഞ്ഞ് എന്നോട് കരഞ്ഞു പറഞ്ഞതാണ്. അവനെ കൊണ്ടുവന്ന് അവൻ ദ്രോഹിച്ചു കളഞ്ഞു. ഒരു കുട്ടിയാക്കി 41 അന്ന് ഈ വീട്ടിന്റെ നടയിൽ കൊണ്ട് ഇറക്കിയിട്ട് പോയതാണ്. ആ കൊച്ചിനെ ഞാനാണ് പഠിപ്പിച്ച് MBBS പഠിപ്പിച്ച് ഇത്രയും നിലയിലാക്കിയത്. വീണ്ടും ആ കുട്ടിയെ വെറുതെ വിടാതെ വീണ്ടും ഇതിന്റെ പിന്തുടർന്ന് ഇവരെന്തിനാണ് ആ കുട്ടിയെ നശിപ്പിക്കുന്നത്? അതൊന്ന് നിർത്തിക്കൂടെ? ഇത് ദൈവമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതെല്ലാം ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. എന്റെ കുട്ടി നിരപരാധിയാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇല്ല ഇല്ല, അവനെ പറ്റി ഈ 2 മാസത്തിനകത്ത് എന്തൊക്കെ നടന്നെന്ന് അറിയില്ലേ? നവംബർ 25-ാം തീയതി കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കുഞ്ഞുമോന്റെ. അവള് വന്ന് നല്ല സന്തോഷമായിട്ട് വന്നിട്ട് പോയി. കുട്ടിയുടെ ആഭരണം എല്ലാം കയ്യിലുണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ല. ഇവന്റെ കാര്യമേ നമ്മളോട് സംസാരിച്ചിട്ടില്ല. ഇതിന് ശേഷം ഈ 2 മാസത്തിനകത്ത് എന്ത് സംഭവിച്ചെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് ഈ കുട്ടിയെ പെടുത്തിയതാണ്, മയക്കുമരുന്നിലൂടെ ഈ കുട്ടിയെ പെടുത്തിയതാണ്. കൊച്ചങ്ങനെ ഒന്നും പോകില്ല, കൂടെയുള്ള ഡോക്ടർ കരയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ ഒരിക്കലും അവളുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. ഈ കുട്ടിക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു റൂം കൊടുത്തിട്ടുണ്ട്, ബാത്റൂം അറ്റാച്ചോടുകൂടി. ആ റൂമിലാണ് ആ കുട്ടി കഴിയുന്നത്. നമ്മൾ പോകുന്നതാണ് മാസത്തിൽ, ആഴ്ചതോറും അവൾ ഇവിടെ വരുന്നതാണ് നമ്മളെ കാണാൻ, കൊച്ചിനെ കാണാൻ. നമ്മളും അങ്ങോട്ട് പോകുന്നതാണ്. എന്റെ ഹസ്ബൻഡ് ഞാനും അന്വേഷിച്ച് പോകുന്നതാണ്. അത് അവർക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും ആ കുട്ടി പുറത്തൊരു വീട് എടുത്തിട്ടില്ല. അവള് ലഹരി മാഫിയയുടെ പുറകെ പോയിട്ടില്ല. ഇതൊക്കെ വെറുതെ ഈ 2 മാസം കൊണ്ട് ഈ കുട്ടിയെ പറഞ്ഞ് എല്ലാവരും കൂടി ഈ കുട്ടിയെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആ ട്രാപ്പ് എന്ന് പറയുന്നത് കുട്ടികളെ ഡ്രിങ്ക്സിലൂടെയും പിന്നെ ഡ്രിങ്ക്സിലൂടെ മയക്കുമരുന്ന് കൊടുത്ത് കുട്ടികളെ ട്രാപ്പിലാക്കുന്നുണ്ട്. അത് ഈ കൊച്ച് വാങ്ങിച്ച് എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി കൊടുത്ത് അങ്ങനെ ട്രാപ്പിലാക്കിയാണോ ഈ ആഭരണം എല്ലാം ഒരു മാറ്റിയെന്ന് അറിയാൻ പാടില്ല. ആ കുട്ടി സ്വയബോധത്തോടു കൂടി ഒരിക്കലും ആഭരണമൊന്നും കൊടുക്കാറില്ല. ഈ 8 ലക്ഷം രൂപ എങ്ങനെ അപകരിച്ചെന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. ഈ 2 വണ്ടിയും മാറ്റിയതിന് കാരണം ഇവന്റെ ലക്ഷ്യമായിരുന്നു ഈ വണ്ടിയിൽ, അവന്റെ വണ്ടിയിൽ കയറി പിന്നെ പാർട്ടിക്ക് കൊണ്ടുപോകാനും ആ കുട്ടിയെ അവിടെ വെച്ച് കൊല്ലാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കുട്ടിയെ ഇന്നലെ നമ്മൾ അത് രക്ഷപ്പെടുത്താതിരുന്നെങ്കിൽ, ഈ ഒരു ആക്സിഡന്റ് നടക്കാതിരുന്നെങ്കിൽ ഈ കുട്ടിയെ കൊന്ന് അവരേതെങ്കിലും പുഴയിലോ കിണറ്റിലോ എവിടെയെങ്കിലും കാട്ടിലോ കൊണ്ടിട്ടിരിക്കുമായിരുന്നു. ഇവര് ലക്ഷ്യത്തോടു കൂടി ഈ കുട്ടിയെ കൊല്ലണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കുട്ടിയെ അവൻ എല്ലാം അപകരിച്ചിട്ട് ഈ കുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോയത്. ഇനി മയക്കുമരുന്ന് ഏതെങ്കിലും ആ വീട്ടിൽ തന്നെ, ഏതോ വീട്ടിലെന്ന് പറയുന്നത് അതൊന്നും നമുക്കറിയില്ല, അവിടെ മയക്കുമരുന്ന് കൊണ്ടുവച്ചിട്ട് ഈ കുട്ടി ഇതിൽ കണ്ണിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണോ ഇന്ന് അവർ മയക്കുമരുന്നുള്ള ഏതോ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നെന്ന് പറയുന്നത്. ഈ കുട്ടി അവിടെ കൊണ്ടുപോയിട്ട് അവർ മയക്കുമരുന്ന് വെച്ചിട്ട് ഈ കുട്ടിയുമായിട്ട് ഇതിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ കുരുക്കാനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആയിരിക്കാമെന്നാണ് ഇന്ന് 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 ആ കുട്ടിയെ കൊണ്ടുപോയി ആഹാരം കഴിച്ച വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ആഹാരം കഴിച്ച ആ ഒരിക്കൽ ഓണത്തിന് വിരുന്നൊരുക്കിയ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് ഈ വണ്ടിയിൽ തന്നെ 2 പേരുണ്ട് കൂടെ ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അതിനെ ഈ രംഗത്ത് കൊണ്ടുവരുന്നില്ല, വഴിയിൽ ഇറക്കി വിട്ടെന്ന് പറയുന്നു. ഇതെന്താണ് ഇതിനൊക്കെ നടന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കുട്ടി പറയുന്നു, ഞാൻ ഈ ആക്സിഡന്റ് നടക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല, എന്താണ് നടന്നതെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീയുടെ പുറത്തുകൂടി കയറ്റി ഇറക്കിക്കൊണ്ട് പോയതൊന്നും എനിക്കറിയില്ല അമ്മ എന്ന് പറഞ്ഞു. എന്നെ ഇന്നലെ ഫോണിൽ കൂടെ വിളിച്ചിരുന്നു, പോലീസ് അവിടെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് കരഞ്ഞു പറയണം, അമ്മ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമോ, ഒരു സ്ത്രീയെ അങ്ങനെ കൊല്ലാൻ ഞാൻ നോക്കുമോ അമ്മ, ഞാനൊന്നും അറിഞ്ഞില്ല അമ്മ, എന്തോന്നാണ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല അമ്മ എന്ന് പറഞ്ഞത് നാവിട്ട് കരയുന്നു. ഞാൻ തെറ്റുകാരിയല്ല അമ്മ എന്ന് പറഞ്ഞ് കരയുന്നു. എന്റെ കൊച്ചൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ കുട്ടിയെ ആക്കിയതാണ് എന്റെ കുട്ടി. ഇതെല്ലാം എടുത്ത് ഒന്നാമത് ഈ 2 വണ്ടിയെ എടുത്ത് മാറ്റിയതിന് കാരണം ഇവന്റെ വണ്ടിയിൽ കയറാൻ വേണ്ടി മാത്രം ഇവർ ആസൂത്രണത്തോടു കൂടി ചെയ്തതാണ്. കാരണം ഓണത്തിന്റെ അന്ന് തന്നെ ചെയ്യുന്നവന്മാർക്ക് ആഘോഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഓണത്തിന്റെ അന്ന് തന്നെ ഈ കുട്ടിയെ വൈകുന്നേരം ആകുന്ന സമയത്ത് ഈ കുട്ടിയെ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളുമായിരുന്നു, അല്ലെങ്കിൽ ഈ കുട്ടിയെ അകത്താക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിന് യാതൊരു സംശയമില്ല. നമുക്ക് പൂർണ്ണമായും 101% നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഈ കുട്ടിയെ നമുക്ക് കിട്ടൂലായിരുന്നു തിരിച്ച്, ഈ ഒരു ആക്സിഡന്റ് നടക്കാതിരുന്നു.
ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പയ്യനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ഞാൻ കണ്ടിട്ട് എന്റെ ഹസ്ബൻഡ് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയേയില്ല. അറിയില്ല. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ പറയുന്നത് എന്തിനാണ്? എങ്കിൽ ഞാനും എന്റെ മോളോട് പറയില്ലേ അങ്ങനെ ഒന്നിനും പോവരുത്. എപ്പോഴും ഞാൻ പറയും, മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. നീ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡോക്ടറായിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും രോഗികളെ കൊണ്ടുവന്ന് നീ ശ്രദ്ധിക്കണം. നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ വേറെ ഡോക്ടറെ വിളിച്ച് കാണിക്കണം. നിന്നെ അപാരപ്പെടുത്തി കളയും, നിന്നെ ജയിലിൽ അടച്ചു കളയും. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊക്കെ മുൻകൂട്ടി നമ്മൾ പറയാണ്, നമ്മൾ എന്തെല്ലാം അനുഭവിച്ചത്. അതുകൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. നീ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത്. എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ പറയും, മക്കളെ നമ്മളെ 4 വർഷവും ശത്രുക്കളാണ്. നീ നടുക്ക് നിൽക്കുകയാണെന്നുള്ള ബോധം നിനക്ക് എപ്പോഴും വേണം. നമ്മളെ അപാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ നശിപ്പിച്ചു കളയും. നീ നോക്കിക്കൊള്ളണം, ശ്രദ്ധിച്ചോളണം. എങ്ങനെയോ കുട്ടിക്ക് വെള്ളത്തിൽ കൊടുത്ത് ഇവളെ നശിപ്പിച്ചതാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ആ കുട്ടി ബോധപൂർവം നശിപ്പിച്ചതാണ്.